മത്തായി സുവിശേഷം 8:2 വാക്യം. ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. ഒരു നിമിഷം നമുക്ക് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഈ വചനത്തിന് ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചനത്തിൻ്റെ മേൽ ദൈവാത്മാവ് ഇടപെടണം. ഏതാത്മാവിലാണോ എഴുതപ്പെട്ടത് ആത്മാവിന് ശുശ്രൂഷിക്കാനുള്ള കൃപയ്ക്കായി സ്തോത്രം. അടിയുടെ താഴ്ത്തുന്നു. വിക്രമായ മോശയുടെ നാവോട് കൂടെ ദൈവം അടിയങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ തടസ്സത്തെ ഞാൻ ശാസിച്ച് ഭർസിച്ച് മാറ്റുന്നു. കർത്താവെ, അവിടുത്തെ രക്തത്താൽ ശുദ്ധീകരണം. ഈ വചനം കേൾക്കുന്ന മന്ന TV-യിലൂടെയും മീഡിയ ടുഡേയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെ കേൾക്കുന്ന സകലവർക്കും അനുഗ്രഹമായി തീരുവാൻ, ഇന്ന് എൻ്റെ ഈ ആലയത്തിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാ ഈ വചന ആഴങ്ങളിൽ വെളിപ്പെടുവാൻ, വചനത്തിൻ്റെ മർമ്മങ്ങൾ ആഴങ്ങൾ വെളിപ്പെട്ട് വരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഴുവൻ മഹത്വവും ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. അവിടെ നിന്ന് അധ്യക്ഷനായിരുന്ന ശുശ്രൂഷ ചെയ്തെടുക്കണം. അത്ഭുതങ്ങളും വിടുതലുകളും ദൈവാത്മാവെ അശുദ്ധനെ വിശുദ്ധനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തുന്നു യേശു ക്രിസ്തു നാമത്തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമ്മൾ പ്രാർത്ഥനയോടെ വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ട സമയമാണ്. എന്നാൽ യേശുവിനോട് പറഞ്ഞു, മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. എന്നാൽ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ഇന്ന് മനസ്സുണ്ടെങ്കിൽ, ആരോടാ? യേശുവിന് മനസ്സുണ്ടെങ്കിൽ ശുദ്ധനാക്കാൻ കഴിയും. ഇന്ന് യേശുവിന് മനസ്സുണ്ടെങ്കിൽ, ഇന്ന് പറ, ഈ വചനം കേൾക്കുന്നവർ പറ, യേശുവിന് മനസ്സുണ്ടെങ്കിൽ, ഇന്ന് ദൈവത്തിന് മനസ്സുണ്ടെങ്കിൽ അതിനുപരിയായിട്ട് നിങ്ങൾക്കൊരു മനസ്സുണ്ടാവണം. ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലെ, നിന്നെ തന്നെ ഒന്ന് താഴ്ത്തിക്കൊട്, നിന്നെ തന്നെ ദൈവകരങ്ങളൊന്ന് താഴ്ത്തിക്കൊട്, പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, എന്നെ ഒന്ന് ശുദ്ധനാക്കണം, ഇന്ന് എന്നെ ശുദ്ധനാക്കണം, എന്നെ ഒന്ന് ശുദ്ധനാക്കണം. ഇന്ന് നീ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇന്ന് ദൈവം നിൻ്റെ മേൽ ഇടപെടും. ദൈവം നിന്റെ മേലെ കടമടിച്ച് ദൈവത്തിന് ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. ഇന്ന് ശുദ്ധനാക്കുവാൻ, സഭയെ ശുദ്ധനാക്കുവാൻ, ഇന്ന് ഓരോരുത്തരെയും ശുദ്ധനാക്കുവാൻ. ഓ, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം അശുദ്ധമായതിനെ മാറ്റി ശുദ്ധനാക്കുന്ന രക്തം നമ്മുടെ മേൽ ഓരോരുത്തരുടെ മേൽ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരമടിച്ച് ശക്തിയോടെ കരമടിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ, നാവുകളെ, നിലവുകളെ, ഓ ചെവികളെല്ലാം ശുദ്ധമാവട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശുദ്ധമാവട്ടെ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്ദർഭം നോക്കുമ്പോൾ മത്തായി സുവിശേഷം 8:1 വാക്യത്തിൽ കർത്താവ് മലയിൽ നിന്നും ഇറങ്ങി വന്നൊരു വളരെ പുരുഷാരവം ഉണ്ടായിരുന്നു. എന്നാൽ യേശു പ്രാർത്ഥനയ്ക്കായി മലയുടെ മുകളിൽ പോയി. എന്നാൽ വലിയൊരു പുരുഷാരവം എവിടെ നിന്നോ? മലയുടെ അടിവാരത്തിൽ അല്ലെങ്കിൽ താഴ്വാരത്തിൽ. യേശു പോകുന്നിടത്തൊക്കെ എന്തുണ്ടായിരുന്നു? വലിയൊരു പുരുഷാരമുണ്ടായിരുന്നു. അത്ഭുതങ്ങൾ, യേശുവിൻ്റെ സാന്നിധ്യം, അത്ഭുതങ്ങൾ നടക്കും. യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് വിടുതൽ നടക്കും. വലിയ അത്ഭുതങ്ങൾ എന്നുവെച്ചാൽ യേശു ഇത്രയും വലിയ പുരുഷാരം ഉണ്ടെങ്കിലും വെയിറ്റിംഗ് താഴെയാണ്. യേശു പ്രത്യേകിച്ചും മലയുടെ മുകളിൽ ചെന്ന് വേർവിട്ട് പ്രാർത്ഥിക്കുന്ന സ്വഭാവം ആർക്കുണ്ട്? യേശുവിനുണ്ട്. ഹല്ലേലൂയ. ഒരു ശുശ്രൂഷ ചെയ്യുന്ന മുമ്പേ, ഒന്ന് ശുശ്രൂഷ ചെയ്യുന്ന മുമ്പേ, ഒരു വിടുതൽ നടക്കുന്ന മുമ്പേ കർത്താവ് തന്നെത്താനെ ഒരുങ്ങും. യേശു ഒരുങ്ങി തയ്യാറായി റെഡിയായി വരും. ഇന്ന് നീ തയ്യാറായി ഒരുക്കം വേണം. യേശു ഒരുങ്ങുന്ന പോലെ ഇന്ന് നമുക്കൊരു വിടുതലെടുക്കണമെങ്കിൽ നമ്മൾ ഒരുങ്ങണം, നമ്മൾ തയ്യാറാകണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടി വരും, അതിനുവേണ്ടി ഉപവസിക്കേണ്ടി വരും, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. എല്ലാം റെഡിയായി വരുന്നൊരു സമയം. അതിനുവേണ്ടി ദൈവസഭ ഒരുങ്ങുക. ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ആത്മാ പറയുന്നുണ്ട്, നീ ഒരുങ്ങണം. ആത്മ പ്രവൃത്തിക്ക് വേണ്ടി ഒരു ദൈവ പ്രവൃത്തി നിന്നെ നടക്കണമോ? നീ ഒരുങ്ങി കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവ പ്രവൃത്തി നടക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുക മാത്രമല്ല, കാത്തിരിക്കുകയും വേണം. ഇത് കേൾക്കുന്നവർക്കായി സ്തോത്രം.
ആമേ ഹല്ലേലൂയ. ഇത് മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. നമ്മൾ ഒരുങ്ങുക മാത്രമല്ല, കാത്തിരിക്കണം. എന്നാൽ ഇവിടെ ജനം വലിയൊരു പുരുഷാരമുണ്ടായിരുന്നു, അവരെല്ലാം കാത്തിരുന്നു. അല്ലേ? കർത്താവ് എവിടെയാ? ഇപ്പം മലയുടെ മുകളിലാണ്. ഇത് പ്രാർത്ഥന കഴിഞ്ഞു. എന്നാൽ യേശു ഇറങ്ങി വന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്നു, അവനെ നമസ്കരിച്ചു. ഒരു കുഷ്ഠരോഗി വന്നു, യേശുവിനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. ഒരു കുഷ്ഠരോഗി വന്നു, യേശുവിനെ നമസ്കരിച്ചു. കുഷ്ഠമെന്ന് പറഞ്ഞാൽ അറിയാം, അന്നത്തെ പഴയ കാലങ്ങളിൽ അന്നത്തെ ഏറ്റവും വലിയ രോഗമെന്ന് പറയുന്നത് കുഷ്ഠരോഗമാണ്. ഈ കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ ആരുടെടുത്തും ഒരു സമ്പർക്കമില്ല. ഈ കുഷ്ഠരോഗി വന്നാൽ മറ്റുള്ളവരൊന്നും വെറുക്കപ്പെടും, സമൂഹത്തിൽ നിന്നും വെറുക്കപ്പെടും. അവൻ്റെ പാപത്താൽ വരുന്നതാണ്. എല്ലാവരും പറയും അവനെ ഒരിക്കലും കൂട്ടത്തോ ഒരു മനുഷ്യനോ ഒന്നിനും കൂട്ടാൻ പറ്റത്തില്ല, എല്ലാവരും മാറ്റി നിർത്തും. എന്നാൽ ഈ രോഗത്തിന് അപൂർവമായ വിടുതൽ മാത്രമേ ഉള്ളൂ. എന്നാൽ മനുഷ്യന്മാർ മെഡിസിൻ ഇല്ല, വേറെ ഒരു മെഡിസിൻ ഇല്ല. എന്നാൽ ഈ കുഷ്ഠം വന്നു കഴിഞ്ഞാൽ വലിയൊരു ആപത്തിലോട്ടാണ് പോകുന്നത്. പക്ഷേ ഇവിടെ ആമേ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ആമേ ഈ കുഷ്ഠം മാറണമെങ്കിൽ, ഈ കുഷ്ഠരോഗി പറഞ്ഞു, യേശുവിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. ഇന്ന് ഈ കുഷ്ഠം മാറണമെങ്കിൽ ആമേ ഞാൻ ചികിത്സിച്ച രോഗം മാറത്തില്ല, ഒരു ഡോക്ടർ മാറ്റിയ ആമേ മാറത്തില്ല. ഈ കുഷ്ഠം മാറ്റണമെങ്കിൽ ആർക്ക് പറ്റും? യേശുവിനെ പറ്റത്തുള്ളൂ. ഇന്ന് തീരുമാനമെട്, നിന്റെ പ്രശ്നം മാറ്റുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. ഇന്ന് നീ നോക്ക്, ഇന്ന് എൻ്റെ പ്രശ്നം മാറ്റണമെങ്കിൽ, എൻ്റെ വേദന മാറണമെങ്കിൽ, എൻ്റെ രോഗം മാറണമെങ്കിൽ ആർക്ക് കഴിയും? യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കുമ്പോൾ തന്നെ ഒരു ദൈവ സാന്നിധ്യം വന്ന് ഇറങ്ങിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കൊരു തീരുമാനം വേണം, നമുക്കൊരു ഉറപ്പ് വേണം. മനസ്സിനകത്തൊരു തീരുമാനമെടുക്കണം. യേശുവിനെ കൊണ്ട് മാത്രമേ കഴിയൂ, യേശുവിനെ കൊണ്ട് മാത്രമേ കഴിയൂ എന്നൊരു ഉറപ്പ് ആർക്കുണ്ടാവണം? ഈ വിശ്വസിക്കുന്ന നമുക്കുണ്ടാവണം. ഇന്ന് നിങ്ങൾ മനസ്സിൽ പറയണം, എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമെങ്കിൽ യേശുവിന് മാത്രമേ കഴിയുള്ളൂ, എൻ്റെ യേശുവിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന് നമുക്ക് പൂർണ്ണമായി യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ തന്നെ കൊടുക്കണം. ആമേ ഹല്ലേലൂയ. എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ അല്പം മാത്രമല്ല, മനുഷ്യൻ ഒരു കാര്യം ചെയ്യുന്ന മുമ്പേ സകലത്തിനും യേശുവിൻ്റെ കൈ കൊടുക്കണം. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കണമെങ്കിൽ യേശുവിനെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ, എൻ്റെ യേശുവിനെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. പക്ഷെ അങ്ങനെ പറയണ ചില ആൾക്കാർ അവസാനം മാത്രമേ യേശുവിൻ്റെ അടുത്ത് വരുള്ളൂ, അല്ലേ? അവസാനം ഒരു വേദനയോ രോഗങ്ങളോ പ്രയാസം വരുമ്പോൾ, ഒരു എന്തെങ്കിലും വരുമ്പോൾ അവരാദ്യം ഓടിപ്പോകുന്നത് ഡോക്ടറെ അടുത്താണ്. ആദ്യം ചെന്ന് ടോക്കൺ എടുക്കും, ഡോക്ടറെ കാണും, ഉടനെ സ്കാനിങ് ആയി, എക്സ്റേ ആയി, ബ്ലഡായി, അതായി, MRI, സകലതുമായി അവസാനം ചികിത്സ അവസാനം ഒരു കുറവുമില്ല. ഒരു കുറവും ഇല്ല. അവരെന്ത് ചെയ്യും? കൂടുതലൊന്നും പ്രാർത്ഥിക്കത്തില്ല. അവരുടെ പ്രതീക്ഷ എന്താണ്? ആശുപത്രി പോകണം, ഡോക്ടറെ കാണണം, മെഡിസിൻ കഴിക്കണം, സൗഖ്യം കിട്ടും. ഹല്ലേലൂയ. 3 കാര്യം: ഡോക്ടറെ കാണണം, ആ മെഡിസിൻ എടുക്കണം, മരുന്ന് കഴിക്കുമ്പോൾ സൗഖ്യം കിട്ടും. ഈ ഒരു ചിന്തയിലാണ് കിടക്കുന്നത്, ഈ ഒരു ചിന്തയുടെ ഈ ഒരു മനോഭാവത്തിലാണ് നിൽക്കുന്നത്. അകത്ത് മുറിവുകൾ ഉണങ്ങാൻ കഴിയുന്നില്ല. ഇന്ന് അകത്തുള്ള മുറിവുകൾ, ഇന്ന് പുറമേ ഒരു മുറിവുകളും വേദന വന്നാൽ നല്ലപോലെ നമുക്ക് ചികിത്സിക്കാം. നിങ്ങൾ വന്നാൽ മുറിവ് നമുക്ക് തന്നെ ഒരു ബീറ്റാടി എന്തൊക്കെ വെച്ചൊക്കെ മുറിവുകൾ വെച്ച് കേട്ടാ. പക്ഷെ അകത്തൊരു മുറിവ് വരുത്തിയതാ, അകത്തൊരു മുറിവ് വന്നാ അതിൻ്റെ സ്വർഗത്തിന് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. മനുഷ്യൻ പുറമേ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അകത്ത് സൗഖ്യമാക്കണമെങ്കിൽ യേശുവിൻ്റെ കരം ഇറങ്ങണം. ആ വേദന നടുവിലും ഇന്ന് പുളയുമ്പോൾ, വേദന കൊണ്ട് പുളയുമ്പോൾ അമ്മേ ഇന്ന് വന്നുപോയി എല്ലാ പരാജയങ്ങളെയും ജീവിതത്തിലെ ആമേ ഹല്ലേലൂയ കുറവുകളെയും ബലഹീനകളെയും ആമേ ഒന്ന് ദൈവം മാറ്റി സൗഖ്യമാക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, നീ ഒന്ന് മനസ്സലിയണം, ആ വ്യക്തിയെ കഷ്ടപ്പെടുത്തരുത് അപ്പ. ഇത് പറയാ ആമേ ഹല്ലേലൂയ. ഇന്നും വിളിച്ച് പറഞ്ഞു, ആമേ ഇനി കത്തി വയ്ക്കാൻ ബ്രദർ ഇട വരുത്തരുത്. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, കർത്താവേ നീ വേദന കൂട്ടാതെ എത്രയും പെട്ടെന്ന് സൗഖ്യം കൊട്, ഒന്ന് മനസ്സലി എന്ന് പറഞ്ഞതുപോലെ ഇതാ യേശുവിൻ്റെ മുമ്പിലേക്ക് ഒരാൾ വന്ന് മുട്ടുകുത്തുകയാണ്. മുട്ടുകുത്തിയിട്ട് പറയുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധനാക്കണം. ഇന്ന് യേശുവിന് മനസ്സുണ്ടോ എന്ന് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ യേശുവിന് നല്ല മനസ്സാണ്. പക്ഷെ അതിനുപരിയായിട്ട് ഈ സമൂഹത്തോട്, ഈ ലോകത്തോട് പറയുകയാണ്, നിന്നെ അനുഗ്രഹിക്കുക യേശുവിന് മനസ്സുണ്ട്.
ഇന്ന് പലർക്കും യേശുവിൻ്റെ അടുക്കൽ വരാൻ മനസ്സില്ല. ആമേ ഹല്ലേലൂയ. യേശുവിൻ്റെ ഒരു ചോദ്യം ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധനാക്കണം. ചോദ്യം ഭയങ്കര പ്രശസ്തമാണ്. ചോദ്യത്തിന് നല്ല ക്വാളിറ്റി ഉണ്ട്. ഹല്ലേലൂയ. ആ ചോദ്യം എന്ന് പറയുന്നത് ഹല്ലേലൂയ, അത് ആമേ 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 അനുഗ്രഹിക്കപ്പെട്ടൊരു ചോദ്യമാണ്. ചോദിക്കേണ്ട രീതി തന്നെ ചോദിച്ചു അല്ലേ? ആമേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധനാക്കണം. ഇന്ന് ദൈവമക്കൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ, യേശുവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കണമെന്ന് പറയണമെങ്കിൽ, ഞാൻ ഈ വചനം കേൾക്കുന്ന ചാനലിലൂടെയും മീഡിയയിലൂടെയും ആമേ മന്ന TV-യിലൂടെയും കേൾക്കുന്നവർ പറയുകയാണ്, ഇന്ന് നിന്റെ മനസ്സിന് യേശുവിന് കൊടുക്കണം. യേശുവിന് മനസ്സുണ്ട്, നിങ്ങളെ മനസ്സൊന്നും കൊടുക്കണം. ആദ്യം യേശുവിന് മനസ്സുണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുവാനും നിങ്ങളെ ഉയർത്തുവാനും നിങ്ങളെ സകലത്തിലും മാനിക്കാൻ യേശുവിന് മനസ്സുണ്ട്. ഇന്ന് ഹല്ലേലൂയ, ഇന്ന് കുഷ്ഠം വന്നിട്ടല്ല, നിന്റെ പ്രശ്നം നിന്റെ നെറ്റിയിൽ വന്നിട്ടല്ല, നെറ്റിയിൽ കുഷ്ഠം വന്നിട്ടല്ല. ഇന്ന് ചാനലിലൂടെ ഞാൻ പറയാ ഹല്ലേലൂയ, നിന്നെ എന്താണോ നീ സമൂഹത്തിൽ ഏതാണോ നോക്കുന്നത് അത് നിന്നെ അശുദ്ധമാക്കും. ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും ഇട്ടാൽ, അപ്പനിഷ്ടമില്ലാതെ എന്തെങ്കിലും ഇട്ടാൽ, ജാതികളെ പോലെ ജീവിക്കുവാനല്ല, ഇന്ന് ജാതികളെ പോലെ ജീവിക്കുവാനല്ല ദൈവം നമുക്ക് വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. നമ്മുടെ വിളിയും നമ്മുടെ തെരഞ്ഞെടുപ്പും ദൈവത്തിന്റെ യേശുവിന്റെ രക്തമാണ് നമ്മുടെ രക്തത്തിൽ ഓടേണ്ടത് അല്ലേ? നമ്മുടെ ശരീരത്തിന്റെ മേൽ നമ്മുടെ ഞരമ്പിന്റെ മേൽ എന്ത് ഓടണം? യേശുവിന്റെ രക്തം ഓടണം. ആരെങ്കിലും അശുദ്ധന്റെ രക്തം ഓടിയ ഇതൊക്കെ ചിന്തകൾ വരും. അശുദ്ധന്റെ രക്തമാണ്, സാത്താന്റെ രക്തമാണ് ഓടണമെങ്കിൽ പല ചിന്തയും വരും, പലതൊക്കെ മനസ്സിൽ കടന്നു വരും. എനിക്ക് അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ കയ്യും കാലൊക്കെ ഇങ്ങനെ ആയിരിക്കണം, എല്ലാ തോന്നലും വരും. അത് വരാതിരിക്കുക. നിന്നെ അശുദ്ധമാക്കുന്നത് ഒന്ന് നീ തുടരുത് ദൈവ പൈതലേ. നിന്നെ അശുദ്ധമാക്കുന്നത്, നിന്നെ മലിനമാക്കുന്നത്, നിന്റെ ജീവിതം മലിനമാക്കുന്നത്. ഇന്ന് പുറമെ എല്ലാവരും പറയും അവിടെ ഇവിടെ ഇവിടെ എല്ലാം ഒരുക്കത്തില്. പക്ഷേ ഒരു രോഗം വന്നാൽ ഈ പറയുന്ന ആരും നിന്റെ കൂടെ കാണത്തില്ല. നിനക്കൊരു പ്രശ്നം വന്നാൽ, ഒരു രോഗം വന്നാൽ നിന്നെ ആശ്വസിപ്പിക്കുവാൻ ഈ ലോകത്തിൽ ഒരു ബന്ധുക്കോ ഒരു മക്കൾക്കോ ഈ ലോകത്തിലെ ഒരു വ്യക്തിക്ക് പറ്റത്തില്ല. ഒരു ഡോക്ടർ പോലും പറ്റത്തില്ല. ഡോക്ടർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പറയും ഞങ്ങളെല്ലാം ചെയ്തു, ഇനി നീ വെച്ചുകൊണ്ടിരി, ഞാൻ പിന്നെ 2 ദിവസം കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷെ യേശു നിന്റെ അടുക്കൽ വന്നാ 2 ദിവസം കഴിഞ്ഞ് വരാന്നല്ല, മറ്റന്ന് വരാന്നല്ല, 1 മാസം കഴിഞ്ഞ് വരാന്നല്ല. എന്റെ യേശു പറയുന്നത് ഈ സെക്കൻഡ് നിന്നെ വിടുവിക്കുന്ന ഒരു യേശു, നിനക്ക് വേണ്ടി സൗഖ്യം തരുന്ന യേശു അത്ഭുതം ചെയ്യും. ആ കുഷ്ഠരോഗി വന്നു യേശുവിന്റെ അടുത്ത് പറയാ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധനാക്കണം. ആ ചോദ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടു. യേശുവിന് മനസ്സുണ്ട് ദൈവമക്കളെ. നിങ്ങൾ ഇന്ന് നന്നായ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരാ? എൻ്റെ യേശുവാണ്. ഇന്ന് നന്നായാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവാണ്. ഇന്ന് നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്നെ ശുദ്ധനാക്കുവാൻ യേശുവിന് കഴിയും. പക്ഷേ ഇവിടെ ഈ കുഷ്ഠരോഗത്തിരുന്നപ്പോ ശ്രദ്ധിച്ച് കേൾക്കണമേ, കുഷ്ഠരോഗത്തിൽ ഇരുന്നപ്പോ ആ സെക്കൻഡിലാ പറയുന്നത്, ഇനി എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല, എന്റെ മാനുഷ്യമായ രീതിയിലൊന്നും നടക്കത്തില്ല, ഞാൻ പറഞ്ഞാലൊന്നും കുഷ്ഠം പോകത്തില്ല, ഞാൻ ഈ കാണുന്ന ലോകത്തിലെ പച്ചലേക്ക് വാരി തേച്ചാലൊന്നും കുഷ്ഠം പോകില്ല. ആമേ ഹല്ലേലൂയ. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ. ഈ കാണുന്ന പച്ചലേക്ക് പറിച്ച് നാട്ടുമരുന്ന് ഹോമിയൊക്കെ കഴിച്ചിരുന്നു കുഷ്ഠം പോകത്തില്ല. ഹല്ലേലൂയ. ആമേ ഹല്ലേലൂയ. ഇത് മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. എന്റെ പൊടിക്കൈ എന്ന് ഉപയോഗിച്ചാൽ പോകത്തില്ല. ഓ, എന്റെ പൊടിക്കൈ എന്ന് വിളിച്ചാ പോകത്തില്ല. ആമേ ഹല്ലേലൂയ. ആമേ ഹല്ലേലൂയ. എന്നാ ഇനി യേശുവിനെ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. യേശുവിനെ വശത്താക്കാൻ ഒരു സൂത്രം ഉപയോഗിക്കുക. ഇഷ്ടപ്പെട്ടു. ഓ, നല്ല ചോദ്യം. ഹല്ലേലൂയ.
യേശുവിൻ്റെ അടുത്ത് തന്ത്രങ്ങളായിട്ട് വന്ന അവൻ തന്ത്രങ്ങളെ ജയിച്ചവനാണ് യേശു. ഒരു തന്ത്ര കുഷ്ഠരോഗി ഇവിടെ ഉപയോഗിച്ചൊരു തന്ത്രമാണ്. നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ? ഒരു കുഷ്ഠരോഗി ഒരു തന്ത്രം എടുത്ത് ഉപയോഗിച്ചു. ആമേ ഹല്ലേലൂയ. പാകിസ്ഥാനെതിരെ ഇന്ത്യ ഒരു മിസൈൽ അടിച്ചതുപോലെ അല്ലേ, അവിടുത്തെ മിസൈൽ ഇവിടുത്തെ മിസൈൽ നിർവീര്യമാക്കി എന്ന് പറഞ്ഞതുപോലെ യേശുവിന് മുമ്പിൽ പ്രാർത്ഥനയ്ക്ക് തന്ത്രങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി തന്ത്രങ്ങൾ ഉപയോഗിക്കണം. ഇത് മനസ്സിലാവുന്ന സ്തോത്രം. അതാണ് ചോദിക്കേണ്ട രീതിയിൽ. നീ ഒരു മാനസാന്തരപ്പെട്ട് വരണമെങ്കിൽ, നിനക്കൊന്ന് രക്ഷപ്പെടണമെങ്കിൽ, നിനക്കൊന്ന് നന്നാവണമെങ്കിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ, യേശുവിന്റെ പിടി നമ്മളെ മേൽ വരണമെങ്കിൽ, യേശുവിന്റെ പിടി നമ്മൾ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതനുസരിച്ചായിരിക്കണം ചോദിക്കുന്നത്. അല്ല യേശുവേ ഇവിടെ വന്നിട്ട് പറഞ്ഞു എനിക്ക് സൗഖ്യം തരണം അപ്പാ, ഞാൻ സൗഖ്യം, അങ്ങനെയൊന്നും അല്ല. അശുദ്ധനാണെന്ന് ആർക്ക് മനസ്സ് വന്നു? കുഷ്ഠരോഗിക്ക് മനസ്സ് വന്നു. അവന്റെ പുറമെ കുഷ്ഠമാണെങ്കിലും ഇന്ന് കുഷ്ഠം നിറഞ്ഞിരിക്കുന്നത് എവിടെയാ? അവന്റെ ഹൃദയത്തിനകത്ത. ഇന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പുറമെ എല്ലാവരും ഹാപ്പിയാണ്, അകത്ത് അശുദ്ധനാണെന്നുള്ള ബോധ്യം ആർക്ക് വന്നു? കുഷ്ഠരോഗിക്ക് വന്നു. ഞാൻ അശുദ്ധനാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുക, നീ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ, നീ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നാലും ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഇന്നൊന്ന് ദൈവ കരങ്ങളിൽ കൊടുത്ത്, യേശുവിന്റെ കരങ്ങളിൽ കൊടുത്ത് ഒന്ന് ശോധന ചെയ്യുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് നിങ്ങളെ തന്നെ ഒന്ന് ബാക്കിലോട്ട് ചിന്തിക്ക്. നിങ്ങളെ കുറവുകളൊന്ന് നോക്ക്. ഈ ലോകത്തിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? നിങ്ങൾ ദൈവം ആഗ്രഹിക്കും പോലെയാണോ ജീവിക്കുന്നത്? ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാണോ ജീവിക്കുന്നത്? ചട്ടങ്ങൾ അനുസരിച്ചാണോ? ദൈവം പറയുന്ന വഴിയിലൂടെയാണോ നടക്കുന്നത്? ഒന്ന് ശോധന ചെയ്. ജീവിതത്തിൽ എവിടെയെങ്കിലും താഴ്ചകൾ വന്നിട്ടുണ്ടോ? വീഴ്ചകൾ വന്നിട്ടുണ്ടോ? ഉണ്ട്, എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഇന്ന് ശോധന ചെയ്യണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ കുഷ്ഠരോഗി പറഞ്ഞത് ഞാൻ അശുദ്ധനാണ്, ഞാൻ അശുദ്ധനാണ്. ഇന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ നല്ലതല്ല? കർത്താവേ, നിന്റെ സന്നിധിയിൽ തെറ്റ് ചെയ്തു പോയി, പാപം ചെയ്തു പോയി. നീ പാപം ചെയ്യുമ്പോ നീ അശുദ്ധനാകുന്നുണ്ട്. നീ പാപം ചെയ്യുമ്പോ ആമേ അശുദ്ധനാകുന്നുണ്ട്. ആരാധന മുടങ്ങുമ്പോ, സഭാരാധന മുടങ്ങുമ്പോ നീ അശുദ്ധനാകുന്നുണ്ട്. ഹല്ലേലൂയ. ഇത് കേൾക്കാൻ ആരും ഇഷ്ടപ്പെടൂല. കാര്യമോ, കൂടെ സഭാരണ മുടങ്ങുന്നവരാ. പൈസ ഇല്ലെങ്കിലും സഭാരണ മുടങ്ങും. പ്രൈസല. ഹല്ലേലൂയ. അല്ലേ പച്ച? അല്ലേ? ഹല്ലേലൂയ. എവിടെയെങ്കിലൊക്കെ നമുക്ക് എന്തെങ്കിലും വന്നാ അല്ലേ മുടക്കം വരും. ഇത് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. നമ്മളെ എവിടെ അശുദ്ധമാക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ അവൻ പറഞ്ഞു ഞാൻ അശുദ്ധനാണ്, ഞാൻ അശുദ്ധനാണ്. ഒന്ന് സമ്മതിച്ചുകൊണ്ട് ഇന്ന് നിന്റെ അശുദ്ധനാവുന്നവരെ എന്ന് പറയാ ശുദ്ധനാക്കുന്ന ഒരു യേശുവിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകളാണെങ്കിലും അതിനകത്തൊരു വിടുതൽ നടക്കണോ? വേദനിപ്പിക്കുന്ന വാക്കുകളാണെങ്കിലോ ഇന്നൊരു വിടുതലിനകത്ത് എടുത്തേ പോകാവൂ. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. യേശുവേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ നന്ദി, 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 നന്ദി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് സ്വയം പറയുന്നുണ്ട് ഞങ്ങൾ നല്ലവരാണ്. ഇന്ന് ലോകം പറയും ഞങ്ങൾ നല്ലവരാണ്. ഈ നല്ലവരെന്ന് പറയുന്നവര് ഞാൻ ആമേൻ പറയുന്നു, സമ്മതിച്ചു. പക്ഷെ വല്ലപ്പോഴേക്കൊക്കെ ഒന്ന് ശോധന ചെയ്താൽ, വല്ലപ്പോഴേക്കൊക്കെ നല്ലവരെന്ന് പറഞ്ഞ് നടിക്കുന്നവര് ഒന്ന് ശോധന ചെയ്യണം. നിങ്ങൾ യേശുവിനോട് ചോദിക്കണം, കർത്താവേ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന്. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഗ്രഹത്തിനെതിരായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടുന്നില്ല, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഇന്ന് എന്തെങ്കിലും അശുദ്ധമായി എന്തെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് അതിനെടുത്ത് കളയണം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നില്ല എങ്കിൽ എവിടെയോ അശുദ്ധമായത്, ദൈവപ്രവർത്തിക്ക്
ദൈവം പ്രവർത്തിക്കും. പക്ഷേ അതിനകത്ത് പ്രവർത്തിക്കണമെങ്കിൽ ഒരു തലമുടി പോലും അശുദ്ധമായിരിക്കാൻ പാടില്ല, വിശുദ്ധമായിരിക്കണം. നിന്റെ ഒരു തലമുടി പോലും പാപത്തിൻ്റെ കറ വരാൻ പാടില്ല. ഇതാണ് എന്നെ ദൈവം പഠിപ്പിക്കുന്നത്. ഒരു തലമുടി പോലും പാപത്തിൻ്റെ ഒരു കറ വരാൻ പാടില്ല. വചനത്തിൻ്റെ ആഴത്തിലോട്ട് ഇറങ്ങണം. നിങ്ങൾ 3 നേരം പ്രാർത്ഥിക്കുന്നു, 4 നേരം പ്രാർത്ഥിക്കുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നില്ല എങ്കിൽ എവിടെയോ ദൈവപ്രവൃത്തി വെളിപ്പെടാതിരിക്കുവാൻ അശുദ്ധമായത് എവിടെയുണ്ട്. അത് ജീവിതത്തിൽ വാങ്ങലോ കൊടുക്കലോ എന്തൊക്കെയോ വന്ന താഴ്ച വീഴ്ച പരാജയങ്ങൾ ഏറ്റുപറ. എൻ്റെ ജീവിതത്തിൽ എല്ലാ പരാജയങ്ങളെയും യേശുവേ എന്നോടൊന്ന് ഏറ്റുപറ ക്ഷമിച്ച് ഒന്ന് മനസ്സലിയുവാൻ, ഒരു മാനസാന്തരപ്പെടുവാൻ, ഇന്ന് പാപത്തെ ഏറ്റുപറഞ്ഞ് ഒരു മാനസാന്തരപ്പെടുവാൻ. 5-ാം മാസത്തിന്റെ അവസാന നിമിഷങ്ങളിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. 5-ാം മാസത്തിന്റെ ഈ മാസം നമുക്ക് പറയാം വളരെ അനുഗ്രഹിച്ചൊരു മാസമാണ് എന്ന് എല്ലാവർക്കും പറയാൻ പറ്റുന്നില്ല, മറുപടി ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ഈ പറയാം, 6-ാം മാസം മുളയ്ക്കുന്ന മാസമാണ്, വിത്ത് കിളിർക്കുന്ന മാസമാണ്, വചനത്തിന്റെ സഭയുടെ വാഗ്ദത്തം നിറവേറാൻ പോകുന്ന മാസമാണ്. ഭൂമി തൈകളെ മുളപ്പിക്കുന്ന പോലെയും തോട്ടത്തിനകത്ത് അതിനെ വിത്തിനെ കിളിപ്പിക്കുന്ന പോലെയും യഹോവയായ ദൈവം സകല ജാതികളെ നീതിയും സ്തുതിയും മുളപ്പിക്കുന്ന മാസമാണ് 6-ാം മാസത്തിന്റെ മേൽ. ഇപ്പോൾ 5-ാം മാസത്തിൽ വരുമ്പോ നമ്മുടെ ബലഹീന എല്ലായിടത്തും മാറ്റണം. ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്നത്, ദൈവം പ്രവർത്തിക്കുന്ന മുമ്പേ അശുദ്ധി എല്ലായിടത്തും കളയണം. ചിലപ്പോൾ നിങ്ങൾ ഒരു വാക്ക് മതി നിങ്ങൾ നന്നാവാൻ, ഇത് പറയുവാൻ. നിങ്ങൾ ഒറ്റ വാക്ക് മതി, ഒറ്റ തീരുമാനം എടുത്താൽ മതി. എന്നറിയാം, നിങ്ങൾ ഇത്രയും വർഷം അനുഭവിച്ച 10, 20, 30 വർഷം കൊണ്ട് അനുഭവിച്ച പ്രശ്നം മാറാൻ ഒറ്റ വാക്ക് നമ്മൾ തീരുമാനമിട്. ഇതിനകത്തുനിന്നൊരു തീരുമാനമിട്. ദൈവങ്ങളെ മറച്ചു വയ്ക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. നീ മറച്ചു വയ്ക്കുന്നത് ദൈവം സ്പഷ്ടമായി കാണുന്നു. നീ ദൈവത്തോട് അടുക്കാൻ കഴിയാതെ ഇരിക്കണം. മറച്ചു വയ്ക്കുന്നത് അതിൻ്റെ പരാജയമാണ്. ദൈവത്തിന് പരാജയമില്ല, നിന്റെ പരാജയം. നമ്മളെപ്പോഴും ദൈവത്തോട് അടുത്ത് വരാൻ കഴിയാതെ മറച്ചു വയ്ക്കുന്നത് ഈ ലോകത്തിൻ്റെ ഏതോ പിടിയിൽ ഇങ്ങനെ കൊളുത്തു വീണ് നടക്കുകയാണ് അല്ലേ? ഈ ലോകത്തിൻ്റെ ചിന്തയിൽ, ലോകത്തിൻ്റെ മോഹങ്ങളിൽ, ലോക ഇമ്പങ്ങളിൽ, ഈ ലോക ജഡീക സുഖങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണോ? അതിൽ കൊളുത്തിട്ടിരിക്കുകയാണ് പിശാച്. ഈ കൊളുത്ത് നീ പൊട്ടിക്കാൻ പ്രാർത്ഥിര്. നിന്നെ തടയുന്ന, നിന്റെ അനുഗ്രഹത്തിനെതിരായിട്ട് വെല്ലുവിളിക്കുന്ന ഈ ലോകത്തിന്റെ കൊളുത്തുകളെ, ഈ ലോകത്തിന്റെ പൂട്ടുകളെ പൊട്ടിക്കുക. ഹല്ലേലൂയ. പൂട്ടുകൾ പൊട്ടട്ടെ, പൊട്ടട്ടെ, പൊട്ടട്ടെ. നിന്മേലുള്ള ചങ്ങലകളെ പൊട്ടട്ടെ. യെസ് 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 യെസ്. ശബരകബല ധനമന ധനബല ശംദല ബൗഡ വൈഡവ രാജവ ദീന രഗന. ദൈവത്തെ അടുപ്പിക്കാൻ കഴിയാതെ, ദൈവം നിന്നിൽ അടുക്കാൻ കഴിയാതെ നിൽക്കുന്ന ചില ബന്ധനത്തിന്റെ, പാപത്തിന്റെ ചങ്ങലകളെ ദൈവം പൊട്ടിക്കട്ടെ. യെസ്. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ദൈവം വിശുദ്ധനാണ്. നമ്മുടെ ദൈവം ആരാ? വിശുദ്ധനാണ്. മക്കൾ എന്തായിരിക്കണം? വിശുദ്ധനായിരിക്കണം അല്ലേ? ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം വിശുദ്ധനാണ്. ദൈവത്തിൻ്റെ മക്കളായിരിക്കും നമ്മൾ ഓരോരുത്തരും വിശുദ്ധനായിരിക്കണം. അതാ പറയുന്നത്, ദൈവം മനുഷ്യന്റെ രൂപത്തിലും ഭാവത്തിലും പണിതിരിക്കുന്നത്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ തൻ്റെ മക്കൾക്ക് കയറാൻ പറ്റുന്നില്ല. നിന്നെ അശുദ്ധമാക്കുന്ന ഈ ലോകത്തിൻ്റെ പാവങ്ങൾ, ആമേ ഹല്ലേലൂയ, നിന്നെ അശുദ്ധമാക്കുന്ന ഈ ലോകത്തിൻ്റെ ചിന്തകൾ, ലോകത്തിൻ്റെ നീക്കുപോക്കുകൾ, ദൈവമായി അടുപ്പിക്കാൻ കഴിയാതെ അനുസരണക്കേടുകൾ. ഇന്ന് എവിടെയൊക്കെ അനുസരണക്കേട് വരുന്നുണ്ട്, അതെല്ലാം എന്തായി മാറുന്നുണ്ട്? കുഷ്ഠരോഗമായി മാറുന്നുണ്ട്. അനുസരണക്കേടുകളാണ് ഇന്ന് പലയിടത്തും കുഷ്ഠരോഗമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ചിലരൊക്കെ വലിയ രോഗത്തിന്റെ അടിമയായി മാറുന്നുണ്ട്. വലിയ രോഗങ്ങൾ, ഇന്ന് പറയാൻ പറ്റാതെ, കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗങ്ങൾ, ആമേ പല അനർത്ഥങ്ങളിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നു, ആമേ ഹല്ലേലൂയ, നീ ശുദ്ധമാകണം. ആമേ ഹല്ലേലൂയ. ഇന്ന് നീ മനസ്സ് വയ്ക്കണം.
ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലെ, എനിക്കൊന്ന് ശുദ്ധമാകണം, ദൈവമേ എന്നെ ഒന്ന് ശുദ്ധനാകണം. എത്ര ഒരു പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തെ അറിഞ്ഞവർ കൂടുതൽ ശുദ്ധനാകുക. ദൈവത്തെ അറിഞ്ഞ ആത്മാവിലെ സത്യത്തിലും ആരാധിക്കുന്നവരെ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. വിശുദ്ധനായി ഇതിനെ തന്നെ കഴുകുക. പാപം ചെയ്യുന്നവർ വീണ്ടും ചെയ്യട്ടെ, അനീതി ചെയ്യുന്നവർ വീണ്ടും അനീതി ചെയ്യട്ടെ എന്ന് ബൈബിൾ വിളിച്ചു പറയുകയാണ്. ഇന്ന് നമ്മൾ ഒരു പ്രശ്നം വരുമ്പോഴല്ല, ഒരു കുഷ്ഠരോഗം വരുമ്പോഴല്ല യേശുവിൻ്റെ അടുത്ത് ഓടി പോകേണ്ടത്. വരും മുമ്പേ നമ്മൾ പോകണം. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരെ, ഒരു പ്രശ്നം വന്നിട്ട് അല്ല യേശുവിൻ്റെ അടുത്ത് ഓടിപ്പോയി യേശുവേ എന്നെ ഒന്ന് രക്ഷിക്കണമേ എന്ന് നിലവിളിക്കേണ്ടത് നിന്റെ പ്രശ്നങ്ങൾ. എന്നാൽ ഇന്ന് ദൈവത്തെ അറിഞ്ഞവർക്കും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നീ ആമേ ഹല്ലേലൂയ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. പക്ഷേ അതിനിടയ്ക്ക് ഞാൻ പറയുകയാണ്, നിന്നെ തന്നെ ശുദ്ധനാക്കണം. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ദൈവപ്രവൃത്തി വിരോധമായി എന്തെങ്കിലും വാങ്ങലോ കൊടുക്കലോ ഒരു ചെറിയൊരു തുരുമ്പിൻ്റെ ഒരു അംശം മതി, ദൈവപ്രവൃത്തി വെളിപ്പെടൂല. ഒരു ചെറിയൊരു കടുകിൻ്റെ ഒരു അംശം മതി, ദൈവപ്രവൃത്തി വെളിപ്പെടൂല, ആത്മീയ ജീവിതത്തിൽ വെളിപ്പെടൂല. എൻ്റെ കർത്താവ് തലമുടി വരെ കീറി നോക്കുന്ന ദൈവമാണ്. തലമുടി വരെ കീറി നോക്കുന്നതാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നോക്കുന്നുണ്ടെങ്കിൽ ഒരു കുറുപ്രാവിനെ കീറാത്തത് കൊണ്ടാ തൻ്റെ മക്കൾ ഇസ്രായേൽ ജനം എവിടെ പോയത്? 40 വർഷം അടിമത്തത്തിലേക്ക് മിസ്രൈമിലോട്ട് പോയത്. നിസ്സാരം ഒരു പ്രാവിനെ കീറിയില്ല. യാഗത്തിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഒരു പ്രാവിനെ കീറാത്ത മറക്കരുത്, ഒരു പ്രാവിനെ കീറിയില്ല. അതിൻ്റെ ആ അശുദ്ധി എന്നെടുത്ത് കളയാത്തോണ്ട് യാഗത്തിലേക്ക് വന്നപ്പോൾ അത് അശുദ്ധമായതുകൊണ്ടാ ഇസ്രായേൽ എവിടെ പോയത്? അശുദ്ധി പിടിച്ച് പാവത്തിലോട്ട് 40 വർഷം അടിമത്തത്തിലോട്ട് പോയത്. ദൈവം ആഗ്രഹിക്കുന്നു ഇന്ന് നമ്മളെ തന്നെ കീറി, നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് നമ്മളെ യാഗവസ്തുവായി, ദൈവത്തിന് നല്ലൊരു യാഗവസ്തുവായി തീരണം. സമർപ്പിച്ചു കൊടു. എൻ്റെ ദൈവം നിങ്ങൾ പ്രസാദിക്കണം. ദൈവം നിങ്ങൾ മനസ്സലിയണം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മനസ്സലിയണം. നിങ്ങൾ ഇങ്ങനെ പോരാ, ഈ നിലവാർത്തി ജീവിച്ചാൽ പോരാ, എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ, തട്ടിയും മുട്ടിയും ജീവിച്ചാൽ പോരാ. ജീവിക്കണത് ദൈവം വിളി അനുസരിച്ചും ദൈവ കൃപയ്ക്കനുസരിച്ചും ദൈവം കണ്ടിരിക്കുന്ന അനുഗ്രഹത്തിന് കൃപയ്ക്കനുസരിച്ച് ഉയരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. തൻ്റെ മക്കള് സന്തോഷത്തോടെ ഇരിക്കണമെന്നോ, സമൃദ്ധിയോടെ ഇരിക്കണമെന്നോ, ആരോഗ്യത്തോടെ ഇരിക്കണമെന്നോ അതിനെക്കാട്ടി ഉപരിയായിട്ട് പറയുന്നു, എൻ്റെ മക്കൾ വിശുദ്ധമായിരിക്കണോ. ദൈവം വിശുദ്ധനാണ്. ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ. ഇതാ ദൈവത്തിന് മനസ്സുണ്ടോ? അപ്പോൾ ഈ കുഷ്ഠരോഗി മനസ്സുകൊണ്ട് പറഞ്ഞു, ഞാൻ ശുദ്ധനാവാൻ പോവുകയാണ്. ആദ്യത്തെ തീരുമാനമെടുക്കേണ്ടത് യേശുവല്ല, നീ തീരുമാനമെടുക്കണം. ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലേ, ഇന്ന് ഈ വചനത്തിൽ ചാനലിലൂടെയും ആയിരിക്കുന്നവരെ, ഇന്ന് തീരുമാനമെടുക്കണം, എനിക്കൊന്ന് ശുദ്ധനാകണം. ആമേ, നിങ്ങൾ എടുത്തിട്ട് പറ, കർത്താവേ ഞാൻ റെഡിയാണെങ്കിൽ ദൈവം സ്വർഗം പറയും, നീ റെഡിയാകിയാൽ ഞാൻ റെഡിയാണ്. മനസ്സുണ്ടെങ്കിൽ ഇവിടെ പറയുന്നു, ദൈവത്തിന് പറ്റിയ ഒരു ചോദ്യം, ദൈവം നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കി. എന്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. എൻ്റെ അപ്പന് മനസ്സില്ലേ നിങ്ങളെ രക്ഷിക്കുവാൻ? അവിടെ മനസ്സുണ്ട്. ഇന്ന് ദൈവജനത്തിനാണ് മനസ്സില്ലാത്തത്. ദൈവത്തെ അറിയുവാനും ഒന്ന് ടേസ്റ്റ് ചെയ്യുവാനും ദൈവം പറയുന്ന കേൾക്കുവാനും മനസ്സില്ല. നിന്നെക്കുറിച്ച് ദൈവത്തിന് നല്ല മനസ്സാണ്. പക്ഷെ നിന്റെ മനസ്സൊന്ന് ദൈവത്തിന് കൊടുത്താൽ, നിന്റെ ഹൃദയം ഒന്ന് ശുദ്ധീകരിക്കുവാൻ നീ തീരുമാനമെടുത്താൽ, ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം നോക്കിക്കോളും. നമ്മളെക്കുറിച്ചുള്ള ചിന്തകളാണ്, നമ്മളെക്കുറിച്ചുള്ള ചിന്ത ഒന്ന് ചിന്തിക്കരുത്. ഞാൻ എന്നെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല, യേശുവിൻ്റെ കരങ്ങളിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവരെക്കുറിച്ചത് ചിന്തിക്കാറില്ല. കാരണം ദൈവം അതിനെക്കുറിച്ച് കരങ്ങളിൽ വഹിച്ചോളും. നമ്മളെക്കുറിച്ച് നാളത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണ് അല്ലേ. ചിലർ പറയും, മരിച്ചാൽ എവിടെ കൊണ്ട് അടക്കും? അവർക്ക് കല്ലറ ഉണ്ടോ? തീയിൽ കൊണ്ട് വെക്കുവോ? ഇതൊക്കെയാണ് ചിന്ത. നിന്റെ ആത്മാവ് ഒരിക്കലും മരിക്കത്തില്ല കുഞ്ഞെ, മനസ്സിലായില്ല. ജഡം മരിച്ചാലും ആത്മാവിന് മരണമില്ല. ആത്മാവിന് മരണമുണ്ടോ? ഇല്ല. അത് മനസ്സിലാക്കണം. നമ്മൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നാളെ എന്തായിത്തീരും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ടിട്ട് ദൈവത്തിന് അടുക്കാൻ കഴിയാതെ അകന്നു നിൽക്കുമ്പോൾ ഈ ലോകത്തിൻ്റെയും
ഇന്ന് പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച്, ഭൂമിയുടെ നിയമങ്ങൾ അനുസരിച്ച്, ആമേ ഹല്ലേലൂയ, സാത്താന്റെ തന്ത്രങ്ങളെ വിനിയോഗിച്ച് പിശാചിന്റെ തന്ത്രങ്ങളിൽ അകപ്പെട്ട് അതിൽ കുടുങ്ങി ഈ ലോകമോഹങ്ങളിലേക്ക് ജീവിച്ച് പാപത്തിലൂടെ നീ പോകുമ്പോൾ അശുദ്ധമായി നിന്റെ ജീവിതം നരകത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അശുദ്ധമായി ജീവിക്കുന്നവരെല്ലാം എവിടെ പോകും? നരകത്തിലോട്ട് പോകും. ദൈവസന്നിധിയിൽ വിശുദ്ധരാകുന്നവരൊക്കെ എവിടെ പോകും? സ്വർഗത്തിൽ പോകും. ഹല്ലേലൂയ. ഇന്ന് ജീവിതങ്ങൾ അശുദ്ധമാക്കരുത്. നിന്റെ ഹൃദയത്തെ അശുദ്ധമാകരുത്. ഇന്ന് നീ ഒരു മാനസാന്തരപ്പെട്ട് ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്ക് കൃപ പ്രാപിക്കണം. നിന്റെ ഹൃദയത്തെ, നിന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. നാളെ നമ്മൾ എന്ത് തിന്നും, എന്ത് ഉടുക്കും എന്ന് നമ്മൾ വിചാരിക്കരുത്. ഹല്ലേലൂയ. നാളെ എഴുന്നേറ്റ്. ഹല്ലേലൂയ. നാളത്തേക്ക് ഇന്നത്തേക്ക് ദൈവത്തിന്റെ കരങ്ങളിലാണ്, അല്ലേ? അതെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലാണ്. സഭ 11 വർഷം ദൈവം അത്ഭുതകരമായി നടത്തി. ഞാൻ ചോദിച്ചു, ഈ സഭ 11 വർഷം ഈ സഭയിലെ പാസ്റ്ററായിരിക്കും ദൈവം സഹായിച്ചു. 12ാം വർഷത്തിൽ വരെ ദൈവം കയറുമ്പോ, ദൈവ പൈതല് എന്റെ ഹൃദയത്തിന്റെ മേൽ കഴുകുമ്പോ ഒരല്പം പോലും ദൈവ പ്രവർത്തിക്ക് ഒരു കുറവായിട്ട് വരാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഒരു ദൈവ പ്രവർത്തിക്ക് തടസ്സമായി ഒരല്പം പോലും എന്നിൽ കുറവ് വരാൻ പാടില്ല എന്ന് ഞാൻ നിർബന്ധം കാണുമ്പോൾ അതിനെക്കാട്ടിലും ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ ദൈവം അനുഗ്രഹിപ്പാൻ. ഇന്ന് നിങ്ങളുടെ ഹൃദയങ്ങളെ പൂർണ്ണമായി ഒന്ന് സമർപ്പിച്ച് ദൈവകരങ്ങളൊന്ന് കൊടുത്താട്ടെ. യേശു ഒന്ന് തൊട്ടാ മതി, നിന്റെ വിഷയം ഒന്ന് തൊട്ടാ മതി, സകലത്തിന്റെ മേൽ ചേഞ്ച് വരുവാൻ ദൈവസഭ ആഗ്രഹിക്കേ, ദൈവമക്കൾ ആഗ്രഹിക്കേ. നിങ്ങൾ തന്നെ തീരുമാനമെടുക്കണം. നിന്റെ വിഷയം ഞാനല്ല തീരുമാനം എടുക്കേണ്ടത്, നിങ്ങൾ തന്നെ തീരുമാനമെടുക്കണം. നിങ്ങൾ തന്നെ തീരുമാനമെടുക്കണം. ഈ മനസ്സെടുക്കാൻ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുമാണ്. ഈ ചാനലിൽ കൂടെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർ തീരുമാനമെടുക്കണം. യേശുവേ, എന്നൊന്ന് ശുദ്ധനാക്കണമേ. യേശുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ഇങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ച്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധനാക്കണം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഒരിക്കലും എന്നെ ഒന്ന് ശുദ്ധനാക്കണം. ദൈവ പൈതൽ, യേശുവിന് മനസ്സുണ്ട്. യേശുവിന് മനസ്സുണ്ട്. നിന്നെ അനുഗ്രഹിക്കാൻ മനസ്സുണ്ട്. നിന്നെ കൊണ്ടുവരാൻ പുറത്തെടുക്കാൻ മനസ്സുണ്ട്. നിന്നെ വെളിയിലെടുക്കാൻ മനസ്സുണ്ട്. ചോദ്യം ചോദിക്കുമ്പോ ചോദിക്കേണ്ട രീതി തന്നെ ചോദിക്കണം. എങ്ങനെയെങ്കിലും ചോദിക്കരുത്. ചോദ്യം യേശുവോട് ചോദിക്കുമ്പോ ചോദിക്കേണ്ട രീതി ചോദ്യം ചോദിക്കണം. യേശുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധനാക്കണം എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളെ പുറത്തെടുക്കും. നിങ്ങളെ കുടുംബത്തിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തരായിരിക്കും നിങ്ങൾ. ഈ വചനം കേട്ട് സ്വീകരിക്കുന്നവർ നിങ്ങളെ സമൂഹത്തിൽ നിങ്ങൾ വ്യത്യസ്തനായിരിക്കും. നിന്റെ കുടുംബത്തിൽ വ്യത്യസ്തനായിരിക്കും. നീ ജോലി എന്ന സ്ഥലത്ത് വ്യത്യസ്തനായിരിക്കും. നിന്റെ ജീവിതമേ വ്യത്യസ്തമായിരിക്കും. ആമേ, ഹല്ലേലൂയ. ദൈവത്തോടുക തന്നെ ചെയ്യും. ദൈവം ശുദ്ധീകരിക്കുക ചെയ്യും. ദൈവത്തിന് മനസ്സുണ്ട് മക്കളെ. നിന്നെ പുറത്തെടുക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. കാരണം എന്നെ തൊട്ട ദൈവം നിന്നെയും തൊടും. ആർക്കും വേണ്ടാത്തവനെ, ഈ ലോകത്തിന്റെ പാപത്തിൽ കിടന്നവനെ, വിഗ്രഹത്തിന്റെ പുറകെ പോയവനെ, ഈ ജാതികളെ പോലെ ജീവിച്ചവനെ, എല്ലാ കപടവും സകല ഉണ്ടായിപ്പോൾ എന്നെ, ഈ അശുദ്ധമായി പാപത്തിൽ കിടന്ന എന്നെ ദൈവം തൊട്ട് അപ്പന്റെ മകനായി അവിടെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ രക്തം, കാൽവരിച്ചിന്റെ രക്തം ഇന്ന് നിങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. ഇത് പറയുന്നവരെ ശുദ്ധീകരിക്കുവാൻ യേശുവിന്റെ കരം നിനക്ക് വേണ്ടി നീട്ടുന്നുണ്ട്. യേശുവിന്റെ കരം നീട്ടുന്നുണ്ട്. ഇത് പറയുമ്പോ തന്നെ ഒരു ദൈവ പ്രവൃത്തി നിന്റെ ആത്മമണ്ഡലത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒരു മിന്നൽ വന്ന് വീഴുന്നത് പോലെ, ഒരു കാറ്റടിക്കുന്നത് പോലെ, ഒരു പെരുവെള്ള തീരച്ചിൽ പോലെ ഒരു ദൈവ പ്രവൃത്തി നിന്റെ മേൽ വന്ന് വീഴുന്നുണ്ട്.
ശംദല ബൗഡവരാജപദീനാരകനെ വൈഡവരാജപദീനാരകനെ ശംദൽ പ്രൗഢവരാജപദീന. താഴ്ത്തി കൊടുക്ക, ഒന്ന് താഴ്ത്തി കൊടുക്ക, ഒന്ന് താഴ്ത്തിക്കൊടു. നീ ചെറിയവന് വലിയവൻ ആരുമായിക്കോട്ടെ, നീ ഗവൺമെന്റിൽ ഏറ്റവും വലിയ ശമ്പളം വാങ്ങിക്കുന്ന വ്യക്തിയായിരിക്കാം. നിന്റെ ശമ്പളം ഒരു മാസം 5 ലക്ഷം ആയിരിക്കാം, 10 ലക്ഷമായിരിക്കാം. നിനക്ക് 5 വണ്ടിയുണ്ട്, 6 വണ്ടിയുണ്ട്, 2 വീടുണ്ട്, ഏക്കറടങ്ങിന് സ്ഥലമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒന്ന് താഴ്ത്തി കൊടുക്കാമോ? ഒന്ന് താഴ്ത്തി കൊടുക്കാമോ സഹോദര, സഹോദരി? ഒന്ന് താഴ്ത്തി കൊടുക്കാമോ? നിന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്നത് നീ ആയിരിക്കാം. നിന്റെ വീട്ടിൽ അത് ഏറ്റവും കൂടുതൽ നന്മ നിനക്കായിരിക്കാം. പക്ഷെ യേശു കാണുന്നു നീ അശുദ്ധമാണ്. ഒന്ന് ശുദ്ധീകരിക്കുവാൻ നിന്റെ സാമ്പത്തികം നോക്കിയല്ല, നിന്റെ ഹൃദയത്തെ ദൈവം കാണുക. ഒന്ന് ദൈവത്തിന് വേണ്ടി കൊടു. ഒന്ന് അശുദ്ധമാകുന്ന, അശുദ്ധമാകാതെ ഈ ലോകത്തിന്റെ കുഷ്ഠം, ഈ ലോകത്തിന്റെ കുഷ്ഠം നിന്റെ ജീവിതത്തിൽ വരല്. ഈ ലോകത്തിന്റെ പാപം നിന്റെ ജീവിതത്തിൽ വരല്. ഈ ലോകത്തിന്റെ മോഹം നിന്റെ ജീവിതത്തിൽ വരല്. ഈ ലോകത്തിൽ ഇന്ന് അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സകല പൈശാചിക പാപത്തിന്റെ മേൽ അടിമപ്പെട്ടു പോകാതെ യേശുവിന്റെ ബ്ലഡ് നിന്റെ ശരീരത്തിന്റെ മേൽ, എന്റെ ശരീരത്തിന്റെ മേൽ ഒഴുകിക്കൊണ്ടിരിക്കണം. എന്റെ ഞാടി ഞരമ്പിന്റെ മേൽ, എന്റെ ഞാടി ഞരമ്പിന്റെ മേൽ യേശുവിന്റെ രക്തം ഒഴുകാൻ പോകുക. ഇന്ന് മുതൽ എന്റെ ഞാടി ഞരമ്പിനകത്ത് യേശുവിന്റെ രക്തം ഒഴുകാൻ പോകുകയാണ്. യേശുവേ, യേശുവേ, യേശുവേ. അശുദ്ധ രക്തം മാറ്റി നീതിമാന്റെ വിശുദ്ധന്റെ രക്തം, ഓ അശുദ്ധന്റെ മാറ്റി ഇന്ന് നീതിമാന്റെ രക്തം നമ്മുടെ മേൽ ഒഴുകിക്കൊണ്ടിരിക്കാൻ പോകുന്നു. ഇതൊന്ന് കയറുക. ചില ട്രിപ്പിനകത്ത് ഉരുട്ട് കയറുന്ന പോലെ, ചില ട്രിപ്പിനകത്ത് കയറുന്നത് പോലെ നിന്റെ ശരീരത്തിന് മേൽ കയറുക. യെസ് 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 യെസ്. ചില ബ്ലഡിനകത്തിടുന്ന പാപത്തെ, നിന്റെ രക്തത്തിലിടുന്ന പാപത്തെ പറ, ഇത് ദുഷിച്ച രക്തമാ, ഇത് പാപമാ, ഇതൊന്ന് മാറ്റി യേശുവിന്റെ രക്തം ഒന്ന് കയറ്റുവാൻ. ആ ട്രിപ്പിനകത്തൂടെ ആശുപത്രി കയറ്റുമ്പോ ട്രിപ്പ് ഉണ്ടല്ലോ, അതിനകത്തൂടെ ഇറങ്ങേണ്ടത് ട്രിപ്പിനകത്തുള്ള മെഡിസിൻ അല്ല, സ്വർഗത്തിന്റെ മെഡിസിനാ നിന്റെ ശരീരത്തിൽ ഇറങ്ങേണ്ടത്. സമ്മതിച്ചുകൊട്, സമ്മതിച്ചുകൊട്. ഒന്ന് കയറ്റി വന്ന് സമ്മതിച്ചുകൊട്, ഒന്ന് സമർപ്പിച്ചുകൊട്. ദൈവത്തിന് മനസ്സുണ്ട്. ഒരു നിമിഷം കണ്ടക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗത്തിലെ പിതാവേ, നല്ല കൃപയ്ക്കായി സ്തോത്രം. ദൈവാത്മാവെ, ഞങ്ങൾ ഇടപെട്ടനായ സ്തോത്രം. പരിശുദ്ധാത്മാവേ, ഈ സഭയെ, ഈ സഭയിലുള്ളവരെയും ചാലുടിക്കൽ സകലവരെയും അവരുടെ രക്തത്താൽ നീ ശുദ്ധീകരിക്കണം. ഒരു അശുദ്ധൻ പോലും അപ്പന്റെ വരവിൽ നിൽക്കരുത്. കർത്താവിന്റെ 2ാം വരവിലേക്ക് വരുമ്പോ തന്റെ ദൂതന്മാരും കാഹളധ്വനിയോടെ വരുമ്പോ ഇന്ന് ഈ സഭയിൽ കാലുകുത്തിയ ഒരു മക്കൾ പോലും, എന്റെ ഈ ശബ്ദം ചാനലിലൂടെ, മീഡിയയിലൂടെ, യൂട്യൂബിലേക്ക് ഒരു മക്കൾ പോലും അശുദ്ധനെന്ന് പറയാതെ അവിടുത്തെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് യേശു വരുന്നത് അശുദ്ധനെ ചേർക്കാനല്ല, വിശുദ്ധനെ ചേർക്കാനാ വരുന്നത്. യേശു വരുന്നത് 2ാമത്തെ വരവ് അശുദ്ധനെ ചേർക്കാനല്ല, വിശുദ്ധനെ ചേർക്കുവാനാ. ഈ അവസരത്തെ നീ പ്രയോജനപ്പെടുത്തി ആ കൂട്ടത്തിൽ പങ്കാളിയായി തീരുവാൻ അതിനുവേണ്ടി ഒരുങ്ങുക, അതിനുവേണ്ടി തയ്യാറെടുക്കുക, എന്നെയും ഒന്ന് ചേർക്കുവാൻ. അപ്പാ, നിന്റെ രക്തം സകലതും സകലതും സകലത്തിന്റെ മേൽ വലിയായി തന്നെ നീതിമാന്റെ രക്തം. എന്റെ സകല രോഗങ്ങളെ നീ മാറ്റി തരണം, എന്റെ സകല പ്രയാസത്തെ മാറ്റി തരണം, സകല കഷ്ടത്തെ നീ മാറ്റി തരണം. നീ ശുദ്ധനാകുമ്പോ നിന്റെ സകല വിഷയത്തിന്റെ മേൽ ദൈവം മറുപടി തന്നിരിക്കാൻ പോകുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വവും ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. ദൈവം പ്രവർത്തിച്ചതിനായി സ്തോത്രം. ഈ വചന സകലവരെയും ശുദ്ധനാക്കണം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാകുവാൻ കുഷ്ഠരോഗി പറഞ്ഞതുപോലെ ഇന്ന് ഓരോരുത്തരുടെ ഹൃദയത്തിനകത്ത് ദൈവം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മനസ്സുകൾ ദൈവം കൊടുക്കട്ടെ. എല്ലാ മാന മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.